ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു 3-4 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത്രയും നാളെ എന്താ വീഡിയോ ഒന്നും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ പിന്നെ ക്ലാസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സക്കമോട്ടോ ഡേയ്സ് എന്ന് പറയുന്ന 2024 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആനിമയാണ്. ഈ ഒരു ആനിമയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഒരു ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു ഹിറ്റ്മാൻ അല്ലെങ്കിൽ ഒരു ഗാങ്സ്റ്റർ എന്ന് തന്നെ പറയാം. അദ്ദേഹം തന്റെ ഗുണ്ടായിസൊക്കെ നിർത്തി വെച്ചിട്ട് ഒരു റിട്ടയർഡ് ലൈഫ് ആഘോഷിക്കാൻ പോവുകയാണ് തന്റെ ഭാര്യയും മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് പണ്ട് നടന്നിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിനെയൊക്കെ ബേസ് ചെയ്ത് ഇപ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ആനിമയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലായടിപ്പിക്കാതെ, ഇനി എന്ത് ലായടിപ്പിക്കാനല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ നായകനായ സക്കമോത്തോയുടെ ഒരു സെറ്റായിട്ടുള്ളൊരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ അണ്ണൻ മാസമായിട്ട് നല്ല സിഗരറ്റൊക്കെ വലിച്ചൊരു ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അവിടെ വെച്ചിട്ടൊരു കിണ്ണം ഫൈറ്റ് സീനാണുള്ളത്. അണ്ണൻ നമ്മുടെ ജോൺ വിക്കിനെക്കാട്ടിലും വിഷയം. അവൻ്റെ നേരെ വരുന്ന എല്ലാ ബുള്ളറ്റ്സും അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു റോഡ് വെച്ചിട്ട് എല്ലാം അടിച്ചു നിരപ്പാക്കുകയാണ്. എല്ലാവരെയും ഡിഫീറ്റ് ചെയ്തതിന് ശേഷം പറയുകയാണ്, പണ്ടൊരു ഹിറ്റ്മാൻ ഉണ്ടായിരുന്നു, അദ്ദേഹം വളരെ ഗ്രേറ്റ് ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ പേര് ടാരോ സക്കമോട്ടോ. അയാളുടെ പവറിന് മുമ്പിൽ വേറെ ആരും ഒന്നുമില്ല. എല്ലാ ശത്രുക്കളും അയാളെ കണ്ട് വിറച്ചിരുന്നു. ഹിറ്റ്മാൻസ് വരെ അയാളുടെ മുമ്പിൽ തല കുനിച്ചാണ് നിന്നിരുന്നത്. എന്നാൽ അദ്ദേഹം ഒരിക്കൽ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയുണ്ടായി. അതിലയാൾ വീണുപോയി. പിന്നെ ഈ പണിയെല്ലാം നിർത്തിവെച്ച് അയാൾ റിട്ടയറായി അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ്. മക്കളല്ല, ഒരു മോളേ ഉള്ളൂ. അങ്ങനെ അയാൾ നല്ല തടിയൊക്കെ വെച്ചിട്ട് ഒരു കുടുംബസ്ഥനായി മാറിയിരിക്കുകയാണ്. അങ്ങനെ പ്രസന്റിൽ ഷിൻ എന്ന പേരുള്ള ഒരാൾ ഒരു കടയുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, ഓ, അപ്പൊ ഇവിടെയാണല്ലേ സക്കമോത്തോ ഉള്ളത്, ഞാൻ നിന്നെ കണ്ടുപിടിച്ചതാ. ഇത് സക്കമോത്തോയുടെ ഒരു ഷോപ്പാണ്. ആ ഷോപ്പിൽ ഒരു കൊച്ചിറക്കം വന്നിട്ട് പറയുകയാണ്, ഞാൻ കറക്റ്റായിട്ട് ഇതിൽ അമ്പ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഇവിടുന്ന് ജ്യൂസ് കുടിക്കും കേട്ടോ. അതിന് നമ്മുടെ അണ്ണൻ സമ്മതിക്കുകയും ചെയ്യും. പക്ഷെ ഫസ്റ്റ് ട്രൈ അവന് മിസ്സാകും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രൈക്ക് വേണ്ടിയിട്ട് ആരോ താഴ്ത്തുനിന്ന് എടുക്കുമ്പോഴത്തേക്കും ഒരാൾ കയറി വരും. അറിയാതെ അവന്റെ ബാഗിൽ നിന്ന് സ്ലിപ്പായിട്ട് ആ വന്ന അയാളുടെ പാന്റിൽ പറ്റും. അയാൾക്ക് ദേഷ്യം വന്നിട്ടാണെങ്കിൽ ആ ചെറുക്കനെടുത്തിട്ട് കുടയും. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ അണ്ണന്റെ ഭാര്യ പറയും, ചെന്ന് രക്ഷിക്കാ കുട്ടിയെന്ന്. ആ കുട്ടിയാണെങ്കിൽ കിടന്ന് ഇളകി അറിയാതെ അയാളുടെ പാന്റിൽ കയറി ചവിട്ടി. ഇതും കണ്ടപ്പോഴത്തേ അയാൾക്ക് ദേഷ്യം വന്നിട്ട് അയാൾ ആ ചെറുക്കനെ ഇടിക്കാനായിട്ട് കൈ വന്നു. അപ്പൊ തന്നെ നമ്മുടെ സക്കമോത്തോ വന്നിട്ട് കൈ അങ്ങ് കളയും. എന്നിട്ട് അണ്ണനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും, ഇയാളങ്ങ് കൊന്നു കളഞ്ഞാലോ. പക്ഷെ ഇപ്പൊ വയലൻസ് ഒക്കെ വിട്ടിട്ട് സൈലൻസ് ആയതുകൊണ്ട് അയാളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ മറ്റേവൻ കൈവേദന എടുത്തിട്ട് ഇറങ്ങി ഓടും. അതിനുശേഷം ഒരാൾ പറയാണ്, ഓ നൈസ്, ഒരാളെ ഒരു ബോൾ പോയിന്റ് പെണ്ണ് വെച്ചിട്ട് കൊല്ലുക, അത് കൊള്ളാം. പക്ഷെ ഇത് സക്കമോത്തോ മനസ്സിൽ വിചാരിച്ചതാണ്. ഇത് ഇവൻ എങ്ങനെ മനസ്സിലായെന്നാൽ, ഇവന് ടെലിപ്പതി യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഇത് വേറെ ആരുമല്ല, നേരത്തെ കണ്ട ആ ഷിന്നാണ്. അത് കഴിഞ്ഞ സക്കമോത്തോ മനസ്സിൽ ചിന്തിക്കും ഇവനെ കൊല്ലാനായിട്ട്. ടെലിപ്പത്തി പവർ ഉള്ളതുകൊണ്ട് തന്നെ ഷിന്നിന് അത് ഫീലും ചെയ്തു. എന്നിട്ട് അവൻ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ കൊല്ലണോടോ എന്ന് ചോദിക്കും. പിന്നെ ഇവര് പണ്ട് ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഷിൻ പറയും, നിങ്ങൾ എന്താണ് ഈ പണിയൊക്കെ നിർത്തിപ്പോയത്, നിങ്ങൾ എന്താണ് ഇത്രയ്ക്ക് മാറിപ്പോയത്, നിങ്ങൾ ആകെ തടിച്ചു ഉരുണ്ടുപോയി. പ്ലീസ് സക്കമോത്തോ, തിരിച്ചു വാ, നിങ്ങൾ നിങ്ങളുടെ ടാലന്റിനെയൊക്കെ ഇല്ലാതാക്കുകയാണെന്നുള്ള രീതിയിൽ പറയുകയാണ് ഷിൻ. എന്നാൽ ഇതൊക്കെ കേട്ട ശേഷം സക്കമോത്തോ പറയുകയാണ്, ഇല്ല, ഞാൻ ഇനി ഒരിക്കലും ഒരു ഹിറ്റ്മാൻ ആകുകയില്ല. ഇത് കേട്ട ഷിന്നിന് കലിപ്പ് വന്നിട്ട് അവൻ ഓർക്കും, പണ്ട് എല്ലാരും നിങ്ങളെ പേടിച്ചിരുന്നു, അവർ നിങ്ങളെ ലെജൻഡറി അസാസിൻ എന്ന് വിളിച്ചു. എന്നാൽ ഇപ്പോഴോ? ഇതൊക്കെ കേട്ടിട്ടും സക്കമോത്തോ ഒരു കുലുക്കവും ഇല്ലാതെ ഇരുന്നിട്ട് നൂഡിൽസ് കഴിക്കുകയാണ്. അപ്പൊ ഷിൻ ഒരു സിഗരറ്റ് എടുത്ത് വായി വെച്ചിട്ട് പറയും, സത്യം പറഞ്ഞു നിങ്ങളെ മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. എന്നാൽ അവൻ പ്രതീക്ഷിക്കാതെ തന്നെ അവന്റെ സിഗരറ്റ് കട്ടായി പോയി. അത് കട്ട് ചെയ്ത് സക്കമോത്തോ ആണ്. അവൻ പറയും, നീ ആ ബോർഡ് കണ്ടില്ലേ, ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ലടാ. ഇത് കണ്ടിട്ടാണെങ്കിൽ ഷീൻ ഞെട്ടിപ്പോകും. എന്റെ പൊന്നാളി ഇത്രയും ഫാസ്റ്റാ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇത്രയും ഉരുണ്ട ശരീരത്തിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റാ. അപ്പോൾ ഒരാൾ സൈക്കിളും ചോട്ടിട്ട് വന്നിട്ട് പറയും, ഹേ മിസ്റ്റർ സക്കമോത്തോ, നിങ്ങൾ കഴിക്കുമ്പോൾ ശല്യപ്പെടുത്തിയതിന് സോറി, പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. അത് കേട്ട് സക്കമോത്തോ പറയും, ഓക്കെ. അപ്പൊ ഷിന്നാകെ ഞെട്ടിപ്പോകും. അപ്പൊ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആ മരം ഒന്ന് വെട്ടി ക്ലീൻ ആക്കാനായിട്ടാണ്. പിന്നീട് ഒരു അമ്മ പറയും, എന്റെ മോള് ഭക്ഷണം കഴിക്കുന്നില്ല സക്കമോത്തോ, ഒന്ന് കഴിപ്പിക്കാമോ സക്കമോത്തോ എന്ന് പറയും. അതും അവൻ ചെയ്തു കൊടുക്കും. പിന്നീട് 2 പിള്ളേര് ബോളിന് വേണ്ടിയിട്ട് അടി കൂടുമ്പോഴത്തേക്കും ആ ബോള് 2ആക്കി കൊടുത്തിട്ട് അമ്മനെ സന്തോഷിപ്പിക്കും. ഇതും കൂടി ആയപ്പോഴത്തേക്കും ഷിന്നിന് കളി വന്നിട്ട് പറയും, നിങ്ങൾ ആരാ ഇത്, നിങ്ങൾ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്ന? ഓ അത് ശരി, അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ പഴയ രൂപത്തെ മാറ്റിമറിക്കാനാണല്ലേ. പക്ഷേ നിങ്ങൾക്കറിയാമോ സക്കമോത്തോ, ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ ഈ പുതിയ രൂപം ഒരു വലിയ തടിച്ച തമാശയാണ്. ഇതൊന്നും തന്നെ സക്കമോത്തോ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിനുശേഷം അവൻ തിരിച്ചു പോവുകയാണ്. അവൻ കാർ ചിന്തിക്കും, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഒരാളെ കൊണ്ട്, അതും
സക്കമോത്തോനെ പോലത്തെ ഒരാളെ കൊണ്ട് 5 വർഷം കൊണ്ട് ഇത്രത്തോളം മാറാൻ പറ്റുമോ? എന്തൊക്കെയായാലും അയാൾ ഇപ്പോഴും വളരെ കൂളാണ്. എന്തായാലും എനിക്ക് അദ്ദേഹത്തെ ഒരു തവണ കൂടി കാണാൻ പറ്റുമല്ലോ എന്ന സന്തോഷത്തിൽ അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ്. അപ്പോഴാണ് ഒരു കോള് വരുന്നത്. അത് ഷിന്നിന്റെ ബോസാണ്. വിളിച്ചാട് പറയുകയാണ്, നീ അവനെ കൺവിൻസ് ചെയ്തോ? അത് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ബോസ് പറയും, എങ്കിൽ അവന് ജീവനോട്ട് എപ്പോഴും. അപ്പോൾ ഷിന്ന് പറയും, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതിന് തിരിച്ച് റിപ്ലൈ ആയിട്ട് ബോസ് പറയും, നിനക്കറിയാലോ അവൻ നമ്മുടെ റൂൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു തവണ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മടക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ ജീവിക്കാൻ അർഹനല്ല. നിനക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ ചെയ്യും, ഇല്ലെങ്കിൽ ഇതൊക്കെ നിർത്തി വെച്ചിട്ട് പോ. എനിക്ക് ഇനി വേറെ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ അവൻ പറയുകയാണ്. ഇത് കേട്ടിട്ട് മടുപ്പ് തോന്നി ഷിന്നാണെങ്കിൽ ആ കോള് കട്ട് ചെയ്യും. പിന്നീട് അന്നത്തെ ദിവസം രാത്രിയാണ്. അവൻ ഫുഡ് കഴിക്കാൻ നേരത്ത് ചിന്തിക്കുന്നത് പണ്ട് സക്കമോത്തോയിട്ട് ഇവൻ ഒരുമിച്ച് ഓരോരോ മിഷൻസിനൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ട് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തതായിരുന്നു. ഇവരൊരുമിച്ചായിരുന്നു ഓരോരോ മിഷൻസിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഓർത്ത് അവൻ കിടന്നുറങ്ങുകയാണ്. ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. അവൻ തിരിച്ച് സക്കമോത്തോയുടെ റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവന്റെ ഭാര്യ ചോദിക്കും, ഓ നീ ഇന്നലെ കണ്ട ചെറുക്കണല്ലേ, ഷിന്നല്ലേ? അതൊന്നും തന്നെ കേൾക്കാത്ത ഭാവത്തിൽ അവൻ തിരിച്ചു പോവുകയാണ്. അവനൊരു പിസ്റ്റലെടുത്ത് അതിനകത്ത് സൈലൻസറും വെച്ച് പോവുകയാണ്. എന്നാൽ നമ്മുടെ അണ്ണനാണെങ്കിൽ ഇവിടെ കൂളായിട്ടിരുന്നിട്ട് പത്രം വായിക്കുകയാണ്. അപ്പോഴേക്കും ഷിൻ അവിടെ കയറി വന്നിട്ട് അവന്റെ തോക്ക് വെച്ചിട്ട് ഒരു വെടി വെക്കും. എന്നാൽ സക്കമോത്തോ ആണെങ്കിലും അവന്റെ വായിലിടുന്ന ഒരു ക്യാൻഡി വെച്ചിട്ട് ബുള്ളറ്റിന്റെ ഡയറക്ഷൻ മാറ്റി. അങ്ങനെ അവനൊരു ചിപ്സിന്റെ പാക്കറ്റ് എടുത്ത് തലക്കെറിയും. അതുകൊണ്ട് ദേഷ്യമായിട്ട് ഷിന്ന് വെടിവെക്കാൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ ബാഗിൽ വന്നിട്ട് സക്കമോത്തോ ഒരു ഒറ്റ ചവിട്ട് കൊടുക്കും. ആ ചവിട്ടിന് തെറിച്ച് പറന്ന് അവൻ അവിടെ കിടക്കും. വീഴുന്ന സമയത്ത് അവൻ സക്കമോത്തോയെ നോക്കുമ്പോഴത്തേക്കും അവൻ പണ്ടുണ്ടായിരുന്ന ആ ഒരു രൂപത്തിലുള്ള സക്കമോത്തോയെ പോലെ അവന് തോന്നും. അടുത്ത സീനിൽ അവൻ കണ്ണു തുറക്കുന്നത് സക്കമോത്തോയുടെ വീട്ടിലാണ്. അപ്പോൾ സക്കമോത്തോയുടെ മോള് വന്നിട്ട് പറയും, അമ്മേ അവൻ എഴുന്നേറ്റെന്ന് പറഞ്ഞിട്ട് വരും. നോക്കുമ്പോൾ ആണെങ്കിൽ ദേഹം ഫുള്ള് ചുറ്റി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് കഴിക്കുകയാണ്. ഷിന്നിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അവനങ്ങനെ ഫുഡ് എടുത്തിട്ട് ഒന്ന് വായിൽ വെച്ചപ്പോഴത്തേക്കും തന്നെ അവനങ്ങ് കിളി മാറിപ്പോയി. എൻ്റെ പൊന്നോ, ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സക്കമോത്തോയുടെ ഭാര്യ പറയുകയാണ്, അത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണെന്ന്. ഇതെന്താ ഇത്, ഞാൻ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവൻ ചിന്തിക്കുകയാണ്, മിസ്റ്റർ സക്കമോത്തോ, ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറ്റിമറിച്ചത് നിങ്ങളുടെ ഫാമിലിയെ രക്ഷിക്കാനാണ്. അതിനുശേഷം ഷിന്നിനെ യാത്ര അയക്കാൻ സക്കമോത്തോ നിൽക്കുകയാണ്. അപ്പോൾ ഷിന്ന് പറയും, താങ്ക് യു, നല്ല ഭക്ഷണമായിരുന്നു സക്കമോത്തോ. അപ്പോൾ സക്കമോത്തോ ഒരു ബോർഡിലോട്ടൊക്കെ കൈ കാണിക്കും. അതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മൾ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ്. അതിനുശേഷം അവൻ അവൻ്റെ ബോസിൻ്റെ ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൻ്റെ ബോസ് വന്നിട്ട് പറയും, ഷിൻ, എന്താ നീ ഇവിടെ വന്നേ? നീ സക്കമോത്തോയെ കൊന്നില്ലേ? അതിന് തിരിച്ച് മറുപടിയായിട്ട് ഷിന്ന് പറയും, ബോസ്, എനിക്ക് അയാളെ കൊല്ലാൻ പറ്റില്ല, പ്ലീസ് അവനെ വിട്ടേക്ക്, സക്കമോത്തോയെ ജീവിക്കാൻ വിട്. ഇത് കേട്ടാ ബോസ് ചിരിക്കും. നീ എന്തിനാ എൻ്റെ കാലൊക്കെ പിടിക്കുന്നേ? നിനക്കെന്തിനാ അവനെ വേണ്ടത്? അവനവൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നന്നായിട്ട് നടത്തിയില്ല. നമ്മുടെ ഈ വേൾഡിലെ എല്ലാ റൂൾസും അവൻ ബ്രേക്ക് ചെയ്തു. പിന്നെന്തിനാ അവൻ ജീവനോടെ ഇരിക്കുന്നത്? എങ്കിൽ ഞാൻ അവന് പകരം മരിക്കാം. അവനെ എന്തിനാ വെറുതെ കൊല്ലുന്ന? അവനെ വെറുതെ വിട്ടേക്ക്. അത് കേട്ടിട്ട് ബോസ് പറയും, ഓക്കെ, നീ എനിക്ക് മരിച്ചോ, ഒരു കാര്യവുമില്ല, ശരി ഞാൻ മരിക്കാം, പക്ഷെ അവനെ വെറുതെ വിട്ടേക്ക്. ഓക്കെ, ഞാൻ വെറുതെ വിട്ടേക്കാം എന്ന് പറയുകയാണ്. എന്നാൽ മനസ്സിൽ പറയുകയാണ്, ഇപ്പം തന്നെ ഒരു കാരണവശാലും ഞാൻ അത് ചെയ്യുകയില്ലടാ. എന്നാൽ ഷിന്നിന് ഇത് കേൾക്കാം. അവൻ പെട്ടെന്ന് തന്നെ കണ്ണെടുത്തിട്ട് പറയും, നീ ചതിക്കുന്ന ആളാ, എനിക്ക് നീ പറയുന്ന എല്ലാം കേൾക്കാം, എന്റെ മനസ്സിലായി. അപ്പൊ ബോസ് ചിന്തിക്കും, ഓ അത് ശരി, അപ്പൊ അവൻ എന്റെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഷിന്നും അവര് തമ്മിലൊരു ഫൈറ്റാണ്. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ സക്കമോത്തോ ആണെങ്കിൽ അവന്റെ ഗണ്ണൊക്കെ എടുത്തിട്ട് നോക്കുകയാണ്. അവന്റെ കയ്യിൽ കുറെ ഗണ്ണുകളുണ്ട്, ഗണ്ണിന്റെ ഒരു കളക്ഷൻ, കാരണം പഴയ ഹിറ്റ്മാൻ അല്ലേ. അതിനുശേഷം ആ ഒരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്. അവൻ ഓടി നടന്നിട്ടൊക്കെ വെടിവെക്കുക. അവൻ്റെ ഒരു പിസ്റ്റലുണ്ട്, ബാക്കിയുള്ളവരുടെ കയ്യിൽ വലിയ വലിയ ഗണ്ണൊക്കെ ഉണ്ട്. അത്രയും പേരുടെ മുമ്പിൽ ഇവന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല. എന്നാൽ ഈ വില്ലന്മാർക്ക് ഒരു ഡൗട്ട് അടിക്കും, ഇവൻ എങ്ങനെയാണ് എല്ലാ മൂവ്മെന്റ്സ് ഇത്ര പെട്ടെന്ന് ചെയ്യുന്നത്? ഇവനിനി നമ്മുടെ മൂവ്മെന്റ്സ് ഇതിന് മുമ്പേ അറിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരും. അപ്പോൾ അവരുടെ ബോസ് പറയും, അവന് നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ദൂരത്ത് നിന്ന് കഴിഞ്ഞാൽ അവൻ മൈൻഡ് റീഡ് ചെയ്യാനായിട്ട് കുറച്ച് പാടാകും, അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് പറയും. എന്നാലും അവൻ ആ കുറഞ്ഞ പവറിൽ തന്നെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം അവൻ്റെ മാഗസീൻ തീരാറ്, ഇനി ഒറ്ററിഞ്ഞുള്ളൂ.
എങ്കിലും അവൻ വിട്ടുകൊടുക്കാതെ ഓടുകയാണ്. ആ ഓടുന്ന സമയത്ത് അവൻ്റെ കാലിൽ ഒരു ഷോട്ട് കിട്ടുകയാണ്. അവിടെ അവൻ തീർന്നു എന്ന് വിചാരിക്കുന്നു. ശരി, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഒരു ഇലക്ട്രിക് ഗണ്ണുമായിട്ട് നമ്മുടെ അണ്ണൻ വരുന്നത്. അവരെല്ലാത്തിനെയും ഷോക്കടിപ്പിച്ചിട്ട് അവിടെ തറയിടുകയാണ്. പിന്നീട് അണ്ണൻ്റെ ഒരു പൂരം, അതായത് അണ്ണൻ അവിടെ ഇരുന്ന് ആറാടുകയാണ്. ബുള്ളറ്റൊക്കെ ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് ഡിഫെൻഡ് ചെയ്യും. അവസാനം ആ ബോസിനെയും ഡിഫീറ്റ് ചെയ്യും. അങ്ങനെ എല്ലാവരെയും കൊന്ന ശേഷം ഒരു മാസ് ലുക്കി നിൽക്കുകയാണ് നമ്മുടെ അണ്ണൻ. എന്നാൽ നമ്മുടെ സിന്നിന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ അവൻ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചു എന്നാണ്. അടുത്ത സെക്കൻഡിൽ അണ്ണൻ ആ ഗണ്ണിൽ നിന്ന് ആ GPS ട്രാക്കർ എടുത്ത് കാണിക്കും. എന്നിട്ട് പറയും, ഇങ്ങനെയാണ് ഞാൻ നിന്നെ കണ്ടുപിടിച്ചത്. അതിനുശേഷം അവൻ അവൻ്റെ കടയിലെ ഏപ്രൺ എടുത്തു കൊടുത്തിട്ട് പറയും, നാളെ തൊട്ട് നീ ഞങ്ങളുടെ സ്റ്റോറിൽ വേണം വർക്ക് ചെയ്യാൻ. ഓരോ മണിക്കൂറും നിനക്ക് 800 രൂപയായിട്ട് കിട്ടുന്നതാണ്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് അവൻ ആ ഷോപ്പിലേക്ക് കയറുന്നതാണ്. അവൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവന് ടെലിപ്പത്തി യൂസ് ചെയ്യാൻ കഴിവുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ മൈൻഡ് മനസ്സിലാക്കി അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുകയാണ്. അതെല്ലാം കണ്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് എല്ലാം ഇംപ്രസ്ഡ് ആകുകയാണ്. ശേഷം എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു കൊച്ചു ചെറുക്കൻ ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? ഇത് നിങ്ങൾക്കൊട്ടും ചേരുന്നില്ലെന്ന്. അതെനിക്കറിയാം, എൻ്റെ പഴയ ജോലിയെ പോലും ഒട്ടും അല്ല ഇതെന്ന് പറയും. അപ്പോഴത്തെ ആ ചെറുക്കൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പഴയ ജോലി എന്താണെന്ന്. അപ്പോൾ അണ്ണൻ മനസ്സിൽ പറയും, നീ പണ്ടൊരു ഹിറ്റ്മാൻ ആണെന്നല്ലോ ഈ ചെറുക്കനെടുത്ത് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുവാടാന്ന് പറയും. അപ്പോൾ തന്നെ ഷിം പറയും, എൻ്റെ പഴയ ജോലി ഒരു ക്ലീനർ ആയിരുന്നെന്ന് പറയും. അത് കേട്ടിട്ട് കൊള്ളാം എന്ന് പറയുന്ന സെക്കൻഡ് കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടാകുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് നെക്സ്റ്റ് സൺഡേ ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ടാണ് വീഡിയോ വരാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരീക്ഷയൊക്കെ അല്ലേ, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. എന്നാലും ഞാൻ ഇടുകയാണ്. ഓക്കെ, ബൈ.